ഹലോ ഫ്രണ്ട്സ്, ഹായ് എവ്രി വൺ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ കുക്കിംഗ് വ്ളോഗാണ്. എല്ലാവർക്കും എൻ്റെ കുക്കിംഗ് വ്ളോഗിലേക്ക് സ്വാഗതം. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങൾ എല്ലാവർക്കും കാണിക്കാൻ പോകുന്ന എങ്ങനെയാണ് ആട്ട കൊണ്ടുള്ള സിമ്പിൾ ഇൻഗ്രീഡിയൻസ് കൊണ്ട്, സിമ്പിൾ സാധനങ്ങൾ കൊണ്ട് വീട്ടിൽ തന്നെ സാധനങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അതിന് ആട്ടാൻ എടുത്തിട്ടുണ്ട്. ആട്ടയുടെ ക്വാണ്ടിറ്റി കുറവായതുകൊണ്ടാണ് ഞാൻ മൈദ കൂടെ എടുത്തേക്കുന്നത്. അല്ലെങ്കിൽ മൈദയുടെ ആവശ്യമില്ല, നിങ്ങൾക്ക് ആട്ട കൊണ്ട് തന്നെ ഇതുണ്ടാക്കുന്നതിൻ്റെ കാര്യമുള്ളൂ. കം വിത്ത് മീ, ഞാൻ കാണിച്ചിടാം. കമോൺ. ആദ്യം 2 ഓണിയൻസ്, 2 സവാള, 1 തക്കാളി, കഴുകി വെച്ച് കറിവേപ്പില, പിന്നെ കഴുകി വെച്ച് മല്ലിയില എടുത്തു. അതിന് കഴിഞ്ഞ് മൈദ ആട്ട ഇച്ചിരി ഉള്ളതുകൊണ്ട് മൈദ കൂടെ എടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, റെഡിമെയ്ഡ് പേസ്റ്റ് മാർക്കറ്റിൽ കിട്ടും, മദേഴ്സ് റെസിപ്പിയുടെ എടുത്തേക്കും ഞാൻ. പിന്നെ ഇവിടെ ഒരു ഡാൽഡ വനസ്പതി, നോർത്ത് ഇന്ത്യയിൽ ഇത് ഒത്തിരി ഫേമസ് ആണ്. ഇത് നെയ്യും അല്ല ബട്ടറും അല്ല, ഇത് മൂന്നാമത്തെ വേറെ ഒരു സംഭവമാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധ്യത ഉണ്ട്. പിന്നെ നമ്മളൊരു കോഴിമുട്ട എടുത്തിട്ടുണ്ട്, സാധാ കോഴിമുട്ട. പിന്നെ നമ്മൾ ഇതെല്ലാം ഇപ്പോൾ കാണിച്ച ഓണിയൻ, ടൊമാറ്റോ ഇതെല്ലാം ചോപ്പ് ചെയ്ത് നമ്മൾ ഈ ബൗളിലിടും. ആൻഡ് ഇതെല്ലാം ചോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് കട്ടിംഗ് ബോർഡ് ഇവിടെ ഉണ്ട്. ഇവിടെ ഇതെല്ലാം ചോപ്പ് ചെയ്ത് ബൗൾ എന്തൊക്കെ ഇടണം ഞാൻ എല്ലാം കാണിച്ചു തരാം. സോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എല്ലാം കാണിച്ചു തരാം. സോ ഇവിടെ നമ്മുടെ ബാറ്റർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വെരി സിമ്പിൾ. ബാറ്റർ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഇതിൽ ഇട്ടേക്കുന്ന ചോപ്പ് ചെയ്ത എല്ലാ വെജിറ്റബിൾസും, അതായത് ഈ ആട്ട നമ്മൾ എടുത്തേക്കുന്നത് ചക്കി ഫ്രഷ് ആട്ടയാണ്. നിങ്ങൾക്ക് ഏത് ആട്ട വേണമെങ്കിലും എടുക്കാം, അങ്ങനെയൊന്നും ഇല്ല, ഇതന്നെ എടുക്കണമെന്നില്ല. ആട്ട, മൈദ, തക്കാളി, കറിവേപ്പില, മല്ലിയില, സവാള, ഒരു മുട്ട പൊട്ടിച്ചു, വെള്ളം ഇട്ടു, ഉപ്പിട്ടു. പിന്നെ അതിൻ്റെ കയ്യിൽ കുറേ മസാലകൾ നമുക്ക് ഇടാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചെയ്യാം. ഞാനിങ്ങനെ ചെയ്യാൻ പറഞ്ഞുതരാം. ഇതിൽ പിന്നെ ഞാൻ ഉപ്പ് മാത്രമല്ല, ഇതിൽ മസാലകൾ ഇട്ടു. ടെർമറിക്, ഡാൽഡ ഇട്ടിട്ടുണ്ട് ഇതിനകത്ത്. പിന്നെ നമ്മളിതെല്ലാം മിക്സ് ചെയ്തു. പിന്നെ മസാല ഇടണം, അതായത് ടെർമറിക്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല. പിന്നെ ഞാൻ ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. സോറി, അറിയാതെ പോയി. സോ അതിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഈ ഉള്ള മസാലകളെല്ലാം, ടെർമറിക്, റെഡ് ചില്ലി പൗഡർ, കൊറിയാണ്ടർ പൗഡർ ഇട്ടിട്ടില്ല, ഗരം മസാല, പിന്നെ ബ്ലാക്ക് പെപ്പർ, ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു ബാറ്റർ തയ്യാറാക്കിയിട്ടുണ്ട്. ഫൈനലി ഗായ്സ് എൻ്റെ ബാറ്റർ റെഡിയാണ്. സോ അടുത്ത പ്രൊസീജിയറിൽ നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് നമുക്ക് നീങ്ങാം. സോ ഇത് റെഡിയാണ് ബാറ്റർ. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന നിങ്ങളെ അടുത്ത് എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ഫൈനലി ഫ്രണ്ട്സ്, നീളത്തിന് ഇലയിലാണ് എൻ്റെ കിച്ചൺ. സോ റെഡി അല്ലേ? സോ ഇവിടെ എൻ്റെ ഫ്രൈങ് പാൻ എണ്ണയും ഡാൽഡ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചൂടാവാൻ. ഇവിടെ നമ്മൾ മഞ്ഞൾപ്പൊടി, റെഡ് ചില്ലി പൗഡർ, അത് ചുമന്ന മുളക് പൊടി, കുരുമുളക്, ഫ്രൈങ് പാൻ ചൂടാൻ റെഡിയാക്കി ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അധികം ചൂടാവാതിരിക്കാൻ, ഓവർ ചൂടായാലും അത് അങ്ങനെ ചൂടാൻ പാടില്ല. പിന്നെ നമ്മളിവിടെ ഡാൽഡയുടെ വനസ്പതി ഡാൽഡയും എണ്ണ ഇട്ടിട്ടുണ്ട് ഫ്രൈങ് പാനിൽ. രണ്ടും മിക്സ് ചെയ്ത് നമ്മൾ അങ്ങനെ ഇത് ചെറിയ രീതിയിൽ, ഒത്തിരി എണ്ണ ഒന്നും ഇട്ടിട്ടില്ല, കാണുമ്പോൾ തോന്നുന്ന കൂടെയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അത് ചൂടാകാൻ. എന്നിട്ട് നമ്മുടെ ബാറ്ററിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എല്ലാ മസാലകളും ഇട്ട്, നിങ്ങളുടെ ഇഷ്ടമുള്ള മസാല ഉപ്പ് പാകത്തിനെല്ലാം ഇട്ട്, അതുകൂടെ നമ്മൾ ഈ ഫ്രൈങ് പാനിൽ ഒരു ദോശ ഉണ്ടാക്കുന്ന പോലെ, സാധാ ആട്ട ദോശ ഉണ്ടാക്കുന്ന പോലെ, സാധാ ആട്ടയും വീട്ടിലത്തെ ഉള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ ഇത് വെരി സിമ്പിൾ, വളരെ സിമ്പിൾ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അത് നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഒരു തവി കൊണ്ട്, ഒരു കുഴിയുള്ള തവിയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി നല്ലപോലെ സ്പ്രെഡ് ചെയ്യാം. എന്നിട്ട് ഇത് സ്പ്രെഡ് ചെയ്ത് ഇതിൻ്റെ റെഡി ആകുമ്പം ഇത് നമ്മൾ ഫ്ലിപ്പ് ചെയ്യണം. ഇതിൻ്റെ മറ്റ് സൈഡിലേക്കും നമ്മൾ അത് മുറിക്കണം. ഇത് നമ്മൾ ഫ്ലിപ്പ് ചെയ്തിട്ടുണ്ട്, അത് മുറിഞ്ഞ് വരുന്നുണ്ട് എല്ലാം. സോ നല്ലപോലെ ഒരു സൈഡ് മുറിഞ്ഞിട്ടുണ്ട്. സോ ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുക. എൻ്റെ കൈ വിട്ടുപോയി, സാരമില്ല. എന്നാലും നമ്മളതെടുത്ത് നല്ലപോലെ സൂക്ഷിച്ച് നമ്മളത് ഫ്ലിപ്പ് ചെയ്യണം, അല്ലെങ്കിൽ അത് കീറി പോവും. അപ്പോൾ നമ്മളിത് ഫ്ലിപ്പ് ചെയ്തിട്ടുണ്ട്.
ഇങ്ങനെയായിരുന്നു അതിൻ്റെ മറ്റേ ഭാഗം. അപ്പോൾ ഈ ഭാഗം നമ്മൾ നല്ലപോലെ പച്ചയായതുകൊണ്ട് നല്ലപോലെ മുറിക്കണം. അപ്പോൾ അങ്ങനെ നമ്മളിത് ഈസിലി വീട്ടിലിരുന്ന് സെറ്റാക്കാം. പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടുള്ള റെസിപ്പിയാണ്. സോ അതോടെ എൻ്റെ വ്ളോഗ് അവസാനിച്ച് കഴിഞ്ഞു. ഐ ഡോണ്ട് ബിലീവ് ദിസ് ഗായ്സ്. എൻ്റെ ആട്ട റെഡിയാണ്. സോ എൻ്റെ വ്ളോഗ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. അതോടെ ബൈ.